മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, 50 നോയമ്പിൻ്റെ പുണ്യദിനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ നാം. മനസ്സിൻ്റെ രൂപാന്തരീകരണം വഴി യഥാർത്ഥമായ വിശ്വാസത്തിലേക്കും നന്മയിലേക്കും സ്നേഹത്തിലേക്കും തിരിച്ചു വരുന്നതിനുള്ള അവസരമാണ് നോയമ്പ് കാലം. അനുതാപമാണ് നോയമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചൈതന്യം. മത്സ്യമാംസാദികൾ വർജിച്ചും അനുദിന ദിവ്യബലിയിൽ സംബന്ധിച്ചും പ്രാർത്ഥനയ്ക്കായി കൂടുതൽ സമയം ചിലവഴിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയും ഈ നോയമ്പുകാലം അനുഗ്രഹദായകമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്ത് യേശു തൻ്റെ മേൽ കുറ്റമാരോപിക്കുകയും തന്നെ വാക്കിൽ കുടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഫരിസേയരും നിയമജ്ഞരും അടങ്ങുന്ന തലമുറയെ വിശേഷിപ്പിക്കുന്നത് ചന്തസ്ഥലത്തിരുന്ന് അർത്ഥശൂന്യമായ പ്രവൃത്തികൾ ചെയ്തിട്ട് തങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന കുട്ടികളോടാണ്. എന്തിനും ഏതിനും കുറ്റം കണ്ടെത്തുന്ന ഒരു തലമുറ. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നപ്പോൾ അവർ പറഞ്ഞു, അവൻ പിശാച് ബാധിതനാണെന്ന്. ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്ന മനുഷ്യപുത്രനെ അവർ പറയുന്നു പാപികളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതൻ ആയ മനുഷ്യനെന്ന്. ഈ കാലഘട്ടത്തിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. ഏത് പ്രവൃത്തിയുടെയും നന്മ തിന്മകളോ ശരി തെറ്റുകളോ കണക്കിലെടുക്കാതെ എന്തിനും ഏതിനും കുറ്റം കണ്ടെത്തുകയും വിമർശിക്കുകയും സമൂഹമധ്യത്തിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന അനേകരുണ്ട് നമ്മുടെ ഇടയിൽ. ഇത്തരക്കാരുടെ പ്രവൃത്തികൾ നിമിത്തം വിശ്വാസത്തിൽ നിന്നും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒട്ടനവധി പേരുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, യേശു ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കുറ്റപ്പെടുത്തലുകൾക്ക് വിധേയനായപ്പോൾ അവിടുന്ന് തൻ്റെ ദൗത്യം ഉപേക്ഷിക്കുന്നില്ല. തന്നെ അയച്ച തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വേണ്ടി അവിടുന്ന് പരിശ്രമിക്കുന്നു. അതുപോലെ തന്നെ നമുക്കും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് പ്രവൃത്തികളിലും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളോ വിമർശനങ്ങളോ ഉണ്ടാകുമ്പോൾ അതെല്ലാം ദൈവസ്നേഹത്തിൽ അടിയുറച്ച് ക്ഷമിച്ച് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഏത് വിമർശനങ്ങളെയും ആത്മസംയമനത്തോടെ നേരിടാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുവഴി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും കൃപയും നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി വർഷിക്കട്ടെ. ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.